ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈഗസ് വിഷന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ കരകുളത്തുള്ള പള്ളിയുടെ പേരെന്തേട്ടാ, സെന്റ് ജോസഫ് ചർച്ച് കരകുളം. അതെ, നമ്മുടെ സെന്റ് ജോസഫ് ചർച്ച് കരകുളം അവിടെ ഫ്രണ്ട് നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ പള്ളിയുടെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. നിങ്ങളിത് നോക്കിയേ, നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ സെന്റ് ജോസഫ് ചർച്ച് കരകുളം. കേറുമ്പോൾ തന്നെ റോഡ് സൈഡിൽ ചെയ്തേക്കുന്ന വർക്കാണ് കേട്ടോ. ഇത് എല്ലാം നല്ല ഒറിജിനാലിറ്റി ഉള്ള രീതിയിൽ നമ്മുടെ പുൽക്കൂടൊക്കെ എന്ന് പറഞ്ഞാൽ അത് വലിയ നല്ല സൈസ് കൂടിയ രീതിയിലാണ് പുൽക്കൂടൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതല്ലാതെ നമ്മളൊരു ക്രിസ്മസ് പാപ്പയും നല്ല അടിപൊളി ഒരു സ്റ്റാർ, കുറേ മാനുകൾ, പിന്നെ അല്ലാതെ ഒരു എന്തോ അവിടെ മൊത്തത്തിൽ വേറൊരു ലെവൽ തന്നെയാണല്ലേ. അതെ കൂട്ടുകാരെ, ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ വോയിസ് അപ്പോഴന്നെ സംസാരിച്ച് പോയതാണ് കേട്ടോ. പക്ഷെ അവിടെ റെക്കോർഡൊക്കെ ഉള്ളത് കാരണം വീഡിയോ നോക്കിയപ്പോൾ നല്ല ഫുൾ വോളിയം റെക്കോർഡായിപ്പോയി. അപ്പോൾ എന്തായാലും കോപ്പി റൈറ്റ് ക്ലെയിമൊക്കെ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രണ്ടാമത് വോയിസ് കൊടുത്ത് സംസാരിക്കുന്നതാണ് കേട്ടോ. ഉണ്ടോ പുൽക്കൂടല് എന്ത് ഭംഗിയാ കാണാനായിട്ട്. അത് റോഡ് സൈഡിൽ പോകുന്നവർക്ക് തന്നെ, വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്ക് തന്നെ കാണാൻ പറ്റും. അത് കാണുമ്പോൾ തന്നെ വണ്ടി നിർത്തി ഒന്ന് ഫുള്ള് കാണാൻ തോന്നുമല്ലേ. അതെ, ആ രീതിക്കാണ് കേട്ടോ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ നമ്മുടെ ക്രിസ്തുരാജൻ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു എന്താണ് സ്വരൂപമുണ്ട്. അതല്ലാതെ പിന്നെ ഒരു ഒട്ടകവും അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ഉള്ള ഒരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞായിരുന്നു മുകളിലോട്ട് നല്ല വർക്കുണ്ട്, കാണാതെ പോവല്ലേ. നമ്മള് ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് ഉണ്ടാകുന്ന ഞാൻ നോക്കാൻ വേണ്ടി മേലിലോട്ട് നോക്കാൻ പോയപ്പോൾ ഞാൻ മേലിലൊക്കെ നല്ല വർക്കുകളുണ്ടെന്ന് പോയിന്ന് കണ്ടിട്ട് വരാൻ പറഞ്ഞു. അതെ, പോയി നോക്കാൻ നമ്മൾ വിചാരിച്ചു എന്തായാലും പോയിന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ നേരെ മേലിലോട്ട് കയറാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇവിടെ പള്ളിപ്പണി നടക്കുന്നേ ഉള്ളൂ അല്ലേ ഏട്ടാ. അതെ, ഇത് ഒട്ടകത്തിന്റെ ഈ ഫോട്ടോ വീഡിയോ ഒക്കെ നമ്മളൊന്ന് എടുക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ എടുത്തത്. നോക്കിയപ്പോഴത്തേക്ക് മേലിലൊക്കെ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പള്ളിയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. വലിയ തിക്കും തിരക്കൊന്നുമില്ല കേട്ടോ. സമാധാനത്തോടെ വന്ന് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ലൈറ്റ് കൊണ്ടൊരു മാലാക നിൽക്കുന്നു. അത് വേറെ ലെവൽ തന്നെയാണ്, ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ലൈറ്റിലൊക്കെ മാലാകയൊക്കെ ചെയ്ത് ഇങ്ങനെ ചെയ്തേക്കുന്നു. പിന്നെ ഇരുവശത്തും നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇരുവശത്തിൽ സാധാ രീതിയിലുള്ള കുറച്ച് ലൈറ്റുകളും കൊണ്ട് തന്നെ ഒരു മാലാഖയുടെ രൂപവും. അതെ, അത് കൊള്ളാം കേട്ടോ, വെറൈറ്റി ആയിരുന്നു. പിന്നെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് കണക്കാണ് നമ്മുടെ വഴിയിൽ തന്നെ നമ്മുടെ മാലാഖ നിൽക്കുന്നതല്ലേ. അതെ, സത്യം പറഞ്ഞാൽ ഈ കരകുളം പള്ളി ഞങ്ങൾക്ക് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന ഹിമാശ്ലിയാണ് കേട്ടോ. അവരുടെ പള്ളിയാണ്, അവരുടെ കുടുംബപ്പള്ളി എന്തോ. അതെ, ഹസിന്റെ കുടുംബപ്പള്ളി എന്തോ ആണെന്ന് തോന്നുന്നു. അവരുടെ വീഡിയോ കൂടിയാണ് ഞങ്ങൾ ഈ കരകുളം പള്ളിയെ കുറിച്ച് ആദ്യം കേൾക്കുന്നത്. ഈ വീഡിയോ എന്തായാലും അവരും കാണും, ഹിമാശ്ലിയും കാണും, ഹിമയും കാണും. എന്തെങ്കിലും അത് തെറ്റായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിൽ കമന്റിൽ തന്നെ അറിയിച്ചാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ഇത് പുതിയ പള്ളിയാണ് കേട്ടോ. പുതിയ പള്ളി പണിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പള്ളി പുതുക്കി പണിയുന്നത്. പഴയ പള്ളി ആണോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. എന്തായാലും പള്ളി ഇപ്പം പുതിയ രീതിയിൽ പണി ഇറക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒട്ടകവും ഒരു രൂപങ്ങളൊക്കെ സെറ്റ് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യത്തിലൂടെ ഒരു സ്റ്റാർ അല്ലേ. ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും സ്റ്റാറിനകത്തൂടെ അകത്തുകൂടെ ഇങ്ങനെ നടന്ന് പോവാൻ കേട്ടോ. മീനുകുട്ടി അത് കണ്ട് വളരെ സന്തോഷത്തോടെ ഓടി കയറി പോയി അല്ലേ. മീനുകുട്ടിയും നോക്കിയപ്പോ കൂടെ വാവച്ചിയും പോന്നു. ഞാൻ പിന്നെ ഇതൊക്കെ സ്റ്റാർ കഴിഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ പിന്നെ അടുത്ത കാണേണ്ട അത്ഭുതം ഉള്ളത് കേട്ടോ. കാണുന്നുണ്ടോ അത്ഭുതം? നമ്മൾ ഈ വീഡിയോ തന്നെ ഇപ്പൊ കണ്ടോണ്ടിരിക്കുകയാണ്. എന്നാലും അടുത്ത് ചെല്ലുമ്പോ മീനുകുട്ടിക്ക് ഭയങ്കര സന്തോഷമായ കേട്ടോ. ഇത് കാണുമ്പോ തന്നെ സൂപ്പറായിരുന്നു കേട്ടോ. സൂപ്പർ തന്നെയാണ്, വേറെ ലെവൽ തന്നെയാണ്. എന്ത് പൈസ ആയി കാണുമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ. അതെ, പള്ളിയൊക്കെ പണിത് വരുമ്പോ പിന്നെ വരുന്ന ക്രിസ്മസ് ഇതിനേക്കാളും പൊളിയായിരിക്കും. അതെ അതെ, അങ്ങനെയാണ് നമ്മുടെ തിരക്കി വന്ന ക്രിസ്മസ് പാപ്പ, ക്രിസ്മസ് പാപ്പ, ഏറ്റവും വലിയ ക്രിസ്മസ് പാപ്പ അവിടെ നിപ്പുണ്ട് കേട്ടോ. അവിടെ നിൽക്കുന്നു, അടിപൊളി തന്നെയാണല്ലേ. ഇവിടെ റോഡിൽ കണ്ടപ്പോ വിചാരിച്ച അത് മാത്രമേ കാണുള്ളൂ. താഴെ ഒരു ക്രിസ്മസ് പാപ്പ ഇരുന്നപ്പോ ഞാൻ വിചാരിച്ചേ അത് മാത്രമേ കാണുള്ളൂ. നമ്മളന്ന് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ഞാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഇത് മോളിൽ ഭാഗത്തോട്ട് നിങ്ങൾ കയറി നോക്കുക, അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടോ. ഈ പറഞ്ഞത് ആ ചേട്ടൻ കേട്ടിട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ അടുത്ത് നമ്മുടെ അടുത്ത് മേലിലോട്ടൊന്ന് കയറി പോണേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഒരു മഞ്ഞ് മനുഷ്യൻ. ഇതിന്റെ പേര് നമുക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു മോൻ പറഞ്ഞു തന്നതാണ്. പക്ഷെ ഞങ്ങൾ അതിന്റെ പേര് പറഞ്ഞു കേട്ടോ.
സായിൽ തുടങ്ങാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ കൂട്ടുകാർ. ഇപ്പം മഞ്ഞ് മനുഷ്യൻ എന്നാണ് അവൻ പറഞ്ഞത്. പിന്നെ വേറൊരു പേരും കൂടെ അവൻ പറഞ്ഞു, എന്തോ മറന്നുപോയി, പേരും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കുറേ സ്ഥലങ്ങളിൽ അത് കണ്ടേട്ടോ നമ്മള്. ഇതാ ഇവിടെയൊക്കെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തല്ലേ ഏട്ടാ? നമ്മളിവിടേക്ക് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നോക്കിയപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടൊരു മാതാവിൻ്റെ സ്വരൂപം നിൽപ്പുണ്ട്, മാതാവ് അനുഗ്രഹിക്കുന്നതായിട്ട്. അതെല്ലാം അല്ലാതെ തന്നെ നമ്മൾ വാട്ടർ ഡാൻസ് ഉണ്ട്. പിന്നെ അതല്ലാതെ ഒരു ചെറിയ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഒഴുക്ക്, ചെറിയൊരു ഒഴുക്കുണ്ട്. എന്തുകൊണ്ടും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. മീനൂട്ടിക്ക് പിന്നെ പറഞ്ഞു മീനൂട്ടിക്ക് ഫോട്ടോ എടുക്കണം. അങ്ങനെ മീനൂട്ടീനെ ഞാൻ നിർത്തി ഫോട്ടോ എടുത്തു. മാതാവിന്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. അതെ, എനിക്ക് മാതാവിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ നിൽക്കായിരുന്നു. ഞാൻ മാതാവിൻ്റെ അവിടെ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് കൂടെ മാതാവിൻ്റെ താഴോട്ടുള്ള പാറയിൽ മൊത്തത്തിൽ ലൈറ്റ് അടിച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുമല്ല വാട്ടർ ഡാൻസും എല്ലാം നോക്കുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട്. അങ്ങനെ ഞാൻ അത് വീഡിയോ ഒക്കെ എടുത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറേ നേരം അതെടുത്തോട്ട് നിന്നതാണ്. ഇതിൻ്റെ കളർ മാറുന്നതും പാറയുടെയൊക്കെ കളർ മാറുന്നതും മാതാവിൻ്റെ ആ ഒരു സ്വരൂപത്തിൻ്റെ ആ വ്യത്യാസവും ഇതെല്ലാം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയോ മീനൂട്ടി പറഞ്ഞു എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. മീനൂട്ടി അങ്ങനെ പിണങ്ങി കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ നമുക്ക് പോവാം എന്ന് നോക്കിയപ്പോഴത്തേക്ക് മീനൂട്ടിയുടെ അമ്മയും കൂടെ നമ്മുടെ ബാലശിക്കുട്ടിയും കൂടെ ഇങ്ങനെ മെലോട്ട് പോയി. അപ്പം ഞാൻ പിന്നെ താഴെ നിന്ന് അതൊരു വീഡിയോ എടുത്തു. അവർ കയറി പോണതൊക്കെ ഇങ്ങനെ കാണിക്കണ്ടേ എന്ന് പറഞ്ഞാൽ വഴിയുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നല്ല വഴി തന്നെയാണ്, സ്റ്റെപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറേ നേരം അവരവിടെ ചെയ്തത് തന്നെ എന്തോ അല്ലേ ക്രിസ്മസിന് വേണ്ടി ഇപ്പോഴും ചെയ്തല്ല. ഇത് സ്വരൂപം എന്തായാലും അല്ല, സ്വരൂപമല്ല ലൈറ്റും ഈ വെള്ളച്ചാട്ടം പോലുള്ളതൊക്കെ അതൊക്കെ ഇപ്പൊ ചെയ്താവാനാണ് ചാൻസ്. ഞാൻ അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഒരു വീഡിയോ എടുത്തു കേട്ടോ. നമ്മുടെ ക്രിസ്മസ് പാപ്പേരെയൊക്കെ താഴോട്ട് അങ്ങനെ ഞാൻ നമ്മൾ ചെറിയ ഗ്രൗണ്ടില്ലാതെ ഇത് കണ്ടല്ലോ. വിശാലമായ ഗ്രൗണ്ട് തന്നെയല്ലേ. നമ്മൾ വന്നപ്പോഴും ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ അതിന് ശേഷം നമ്മൾ താഴെ വന്നപ്പോഴത്തേക്കും പിന്നും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ക്രിസ്മസ് പാപ്പ വേറെ ലെവല് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുൽക്കൂട് നിങ്ങൾക്ക് നമ്മൾ എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ അതിൻ്റെ മുമ്പ് ഒന്ന് പോയായിരുന്നു. ഒരു രക്ഷയില്ല, ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അതിൽ അങ്ങ് ഇറങ്ങാൻ വഴിയില്ല. പുതിയ പള്ളി പണിഞ്ഞേക്കണേൻ്റെ അതിൽ കൂടെയൊക്കെ ഇറങ്ങി അങ്ങ് താഴെ പോകാൻ വേണ്ടി വളരെ പാടാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ക്രിസ്തുരാജനെ എനിക്കൊന്ന് മുൻപിൽ വെച്ച് കാണാൻ പറ്റി. ഞാൻ നേരെ അവിടെ നിന്നാണ് മറ്റേ വീഡിയോ എടുക്കാൻ പറ്റിയത്. നമ്മുടെ കരകുളം ഇപ്പോഴും കരകുളം നെടുമങ്ങാട് നമ്മുടെ അരുവിക്കര റോഡുണ്ടല്ലോ അതിൻ്റെ സൈഡിലാണ് കേട്ടത്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ കൂട്ടുകാരെ. അപ്പം നല്ലൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.